ജീവനക്കാരുടെ പെൻഷൻ സംബന്ധിച്ച് ഒരാവശ്യവുമില്ലാതെ പിണറായി സർക്കാർ നടത്തിയ ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിനെ തന്നെ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുൻപ് നടത്തിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സംസ്ഥാന സർക്കാരിനും CPM-നും LDF-നും തീരാ തലവേദനയായി. ഒടുവിൽ പങ്കാളിത്ത പെൻഷന് പകരം ഉറപ്പായ നിശ്ചിത പെൻഷൻ തുക ലഭ്യമാക്കുന്ന അഷ്വേർഡ് പെൻഷൻ പദ്ധതി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. 2024 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി ഈ വർഷത്തെ ബജറ്റിലും പ്രഖ്യാപിച്ചുവെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 2 വർഷത്തെയും ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യത്തിൽ തടി കാക്കുന്നതിനാണ് ഒടുവിൽ സംസ്ഥാന സർക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട് എന്ന് മറുപടി നൽകിയത്. താൽക്കാലിക ആശ്വാസത്തിന് പറഞ്ഞതാണ് എങ്കിലും സംഭവം സർക്കാരിനെ തിരിഞ്ഞുകൊത്തി. സംസ്ഥാന സർക്കാർ നടത്തിയ അവകാശവാദം തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് വിവരാവകാശ രേഖയിലൂടെ. സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കത്തയച്ചിട്ടില്ല എന്നായിരുന്നു വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ധനവകുപ്പിന്റെ മറുപടി. കേന്ദ്രത്തിന് കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റം കേന്ദ്ര സർക്കാരിന്റെ തലയിലിടാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നീക്കം. എന്നാൽ കേന്ദ്ര സർക്കാരിനോ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കോ സംസ്ഥാനം അയക്കാത്ത കത്തിന് കേന്ദ്രം എങ്ങനെ മറുപടി നൽകുമെന്ന മറുചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് സംസ്ഥാനം കേന്ദ്രത്തിന്റെ കോർട്ടിലേക്ക് അടിച്ചുവിട്ട പന്ത് തിരികെ സംസ്ഥാനത്തിന്റെ കോർട്ടിലെത്തി. ഇനി അഷ്വേർഡ് പെൻഷനെ കുറിച്ച് മറുപടി പറയാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുമായി. അയക്കാത്ത കത്തിന് കേന്ദ്രം എങ്ങനെ മറുപടി തരുമെന്ന ചോദ്യത്തിന് ഇനി ഉത്തരം പറയേണ്ടത് കേരള സർക്കാരാണ്. ഒപ്പം എന്തിനാണ് കത്തയച്ചത് എന്ന് കള്ളം പറഞ്ഞത് എന്നുകൂടി സംസ്ഥാനം വ്യക്തമാക്കേണ്ടി വരും. 2 ചോദ്യങ്ങളാണ് ഇതേക്കുറിച്ച് ധനവകുപ്പിനോട് ചോദിച്ചിരുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടിക്കായി ചുമതലപ്പെടുത്തിയ മന്ത്രിതല ഉദ്യോഗസ്ഥതല സമിതികൾ യോഗം ചേർന്നിരുന്നു എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. 2024 ഒക്ടോബർ 10 ഒരു തവണ യോഗം ചേർന്നിരുന്നതായും യോഗത്തിന്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ധനമന്ത്രി, നിയമമന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവരാണ് സമിതിയിൽ ഉള്ളത് എന്നും ചോദ്യത്തിന് ലഭിച്ച മറുപടിയിൽ വിശദീകരിച്ചു. പദ്ധതി പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കോ കത്തയച്ചിട്ടുണ്ടോ എന്ന രണ്ടാമത്തെ ചോദ്യത്തിന് കത്തയച്ചിട്ടില്ല എന്ന് ഒറ്റ വാക്കിൽ മറുപടി കിട്ടി. ഇനി സർക്കാർ മറുപടി പറയണം. അഷ്വേർഡ് പെൻഷൻ പദ്ധതി എപ്പോൾ നടപ്പിൽ വരുത്താൻ പറ്റും? ഇല്ലാത്ത കത്തിനെ കുറിച്ച് സർക്കാർ നുണ പറഞ്ഞത് എന്തിന്? ഇനി എന്താണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത അഷ്വേർഡ് പെൻഷൻ എന്ന് നോക്കാം. സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഉറപ്പായ പെൻഷൻ അഥവാ അഷ്വേർഡ് പെൻഷൻ. നിശ്ചിത ശതമാനം സർക്കാരും നിശ്ചിത ശതമാനമോ അതിലധികമോ ജീവനക്കാരും പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് മികച്ച ഒരു തുക പെൻഷനായി നൽകുന്നതാണ് അഷ്വേർഡ് പെൻഷൻ. ഇതിൽ സർക്കാരിന്റെ വിഹിതം പങ്കാളിത്ത പെൻഷനിലേതുപോലെ തന്നെ മാറ്റമില്ലാത്ത നിശ്ചിത ശതമാനമായിരിക്കും. ജീവനക്കാർക്ക് നിശ്ചയിക്കുന്ന തുകയ്ക്ക് പുറമെ അധിക തുക നൽകാൻ അവസരവും ഉണ്ടാകും. അവർക്ക് അധിക പെൻഷനും അവസരം ലഭിക്കും. ഒപ്പം പങ്കാളിത്ത പെൻഷനിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ നിശ്ചയിച്ച 3 സ്ഥാപനങ്ങൾക്ക് പകരം ജീവനക്കാർക്ക് നിക്ഷേപക സ്ഥാപനം തിരഞ്ഞെടുക്കാൻ അവസരവും ഉണ്ടാകും. ജീവനക്കാർക്ക് വിരമിച്ച ശേഷം സാമ്പത്തിക സ്ഥിരതയോടെ ജീവിക്കാൻ പാകത്തിലുള്ള പെൻഷൻ പാക്കേജ് ആവിഷ്കരിക്കാനാണ് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകിയത്. 2016 LDF പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും എന്നത്. എന്നാൽ കഴിഞ്ഞ 9 വർഷവും ഇത് ആവർത്തിക്കുക എന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സർക്കാർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ്. ഏറെ വിമർശനങ്ങൾക്കൊടുവിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കൽ സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചിരുന്നു. ജോയിന്റ് കൗൺസിൽ സുപ്രീം കോടതി വരെ കേസ് നടത്തിയ ശേഷമാണ് സമിതിയുടെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. പിന്നാലെ ജീവനക്കാർ തുടർച്ചയായി സമരം നടത്തിയതിനെ തുടർന്ന് 2024 ഈ വർഷവും ബജറ്റ് പ്രഖ്യാപനമായി അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ സർക്കാരിന്റെ ഫയൽ അദാലത്ത് അവസാനിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ ഇത് സംബന്ധിച്ച ഫയലിലും സർക്കാർ തൊട്ടിട്ടില്ല. സർക്കാർ ഖജനാവിൽ നിന്ന് പെൻഷൻ നൽകുന്ന സ്റ്റാറ്റ്യൂട്ടറി അഥവാ നിർബന്ധിത പെൻഷൻ പദ്ധതി നിർത്തലാക്കിയാണ് 2013 ഏപ്രിലിൽ സംസ്ഥാനത്ത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കിയത്. ശമ്പളത്തിന്റെ 10% വീതം ജീവനക്കാരും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് നിക്ഷേപിച്ച്
അതിൽ നിന്ന് പെൻഷൻ നൽകുന്ന രീതിയാണ് ഇത്. ഇതിന് പകരമായാണ് ഉറപ്പായ പെൻഷൻ പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. 2023 ബജറ്റിൽ ഉറപ്പായ പെൻഷൻ പ്രഖ്യാപിച്ചുവെങ്കിലും നടപ്പാക്കാൻ ഇതുവരെ കാര്യമായ ശ്രമം ഉണ്ടായിരുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കാവുന്ന വിധത്തിൽ മുന്നോട്ടു പോകാൻ ധനവകുപ്പിന് CPM രാഷ്ട്രീയ അനുമതിയും നൽകി. മന്ത്രിതലത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുകയും ശുപാർശകൾക്കായി ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. മാസം നിശ്ചിത പെൻഷൻ ഉറപ്പാക്കുക എന്നതാണ് അശ്വയുടെ പെൻഷനിലൂടെ ലക്ഷ്യമിടുന്നത്. പങ്കാളിത്ത പെൻഷൻ ദീർഘകാലാടിസ്ഥാനത്തിൽ മികച്ച ലാഭം നേടിത്തരുമെന്ന് ധനകാര്യ വിദഗ്ധർ അവകാശപ്പെടുമ്പോഴും സമീപകാലത്ത് വിരമിച്ച ജീവനക്കാർക്ക് നാമമാത്ര പെൻഷനാണ് ലഭിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ സർവീസ് കുറവായതിനാൽ പങ്കാളിത്ത പെൻഷൻ കൊണ്ട് വലിയ നേട്ടമില്ല എന്നാണ് പുനഃപരിശോധനാ സമിതിയുടെ വിലയിരുത്തൽ. കാലാവധി കുറയുന്നതിനനുസരിച്ച് പെൻഷൻ തുക കുറയും. 10 വർഷം മാത്രം സർവീസ് ഉള്ളവർ വിരമിക്കുമ്പോൾ 60% തുക പിൻവലിച്ചാൽ ബാക്കി 40% നിന്ന് കിട്ടുന്ന പെൻഷൻ തുച്ഛമായിരിക്കും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇത്തരം ഏറ്റക്കുറച്ചിലുകൾ ഒഴിവാക്കുന്നതിനാണ് അശ്വയുടെ പെൻഷൻ നടപ്പാക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പ് മുതൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കൽ LDFന്റെ പ്രഖ്യാപിത നയമാണ്.